ഹായ് വേഴ്സ്, വെൽക്കം ടു ഫോർ ഡോട്ട്സ് വിഷൻ. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സിറ്റിയിലുള്ള ജാപ്പനീസ് ബൊട്ടാണിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ ജാപ്പനീസ് റോസ് ഗാർഡൻ എന്ന് അറിയപ്പെടുന്ന ഒരു ബൊട്ടാണിക്കൽ ഗാർഡനെ കുറിച്ചാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളിലും തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിരിക്കുന്നു. പാതയോരങ്ങൾ വളരെ വൃത്തിയോടുകൂടിയുള്ള പാതയോരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുൻപിലുള്ള കവാടം. ഇവിടെ എൻട്രി ഫീ ആയിട്ട് 10 രൂപ നമ്മൾ അടച്ചാൽ എത്ര സമയം വേണമെന്നുണ്ടെങ്കിലും ഈ ഗാർഡനിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഒരു സൈഡിലാണ് റോസ് ഗാർഡൻ ഉള്ളത്. ഇത് ജാപ്പനീസ് മോഡലിൽ റോസാ ചെടികൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ജാപ്പനീസ് റോസ് ഗാർഡൻ എന്ന പേരിൽ ഈ ബൊട്ടാണിക്കൽ ഗാർഡനെ അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇവിടെ വരിക, ഇത് കാണുക. ഈ കാണുന്നത് ജാപ്പനീസ് ഗാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ നാഗപ്പൂർ എന്ന സ്ഥലത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും നമ്മൾ ഒരു വനത്തിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന പ്രതീതിയാണ് ഇവിടെ ഉള്ളത്. മുളങ്കാടുകളും അതുപോലെ വൻമരങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ചെറിയ ചെറിയ വെള്ളം കെട്ടിക്കിടക്കുന്ന തടങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. നാഗപ്പൂർ സിറ്റിയുടെ നടുവിലായിട്ട് കാണുന്ന ഈ ഗാർഡൻ അനേകം വിനോദസഞ്ചാരികളെ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. പ്രകൃതിയോട് വളരെ അടുത്ത് ഇടപഴകി നിൽക്കുന്ന ഒരു പ്രദേശമാണ് നിങ്ങൾ ഈ കാണുന്നത്. ജാപ്പനീസ് ഗാർഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നാഗപ്പൂരിലെ സിറ്റിയിലുള്ള ഒരു ഗാർഡനാണ് ഇത്. അനേകായിരം സഞ്ചാരികൾ ഇവിടെ ദിനംപ്രതി എത്തുന്നുണ്ട്. മുളക്കാടുകളും വൻമരങ്ങളും ഒക്കെ ഒരു കാടിന്റെ പ്രതീതിയാണ് ഇവിടെ ഉളവാക്കുന്നത്. ഇതിനുള്ളിലൂടെ നടന്നു പോകുന്ന നടപ്പാതയാണ്. തീർച്ചയായിട്ടും നാഗപ്പൂർ സിറ്റിയിൽ വരുന്നവര് കാണാൻ മനോഹരമായിട്ടുള്ള ഒരു ഹരിത വനം തന്നെയാണ് ഇതെന്ന് പറയുന്നതിൽ സംശയമില്ല. ഇതിനടുത്ത് തന്നെയാണ് മൃഗശാലയുള്ളത്. ഇവിടുന്ന് ഒരു 50 രൂപ യൂബർ ടാക്സി വഴി സൂവിൽ എത്താനായിട്ട് സാധിക്കും. നോക്കൂ, ഒരു വനത്തിന്റെ പ്രതീതിയാണ് ഇവിടെ ഉളവാക്കുന്നത്. ഇത് തേക്കാണ്. തേക്ക് മരങ്ങളും ചില്ലികളാൽ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണിത്. വനത്തിലുള്ളതുപോലെ തന്നെ ഇവിടെ ചെറിയ അരുവികളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഈ ഗാർഡനില് എല്ലാ വിധത്തിലുള്ള പക്ഷികളും കൂടുതലായിട്ട് ഇവിടെ കാണപ്പെടുന്നത് അണ്ണാൻ, മയില്, ഇങ്ങനെയൊക്കെയുള്ള പക്ഷിവർഗത്തിൽപ്പെട്ടവയെ കാണാൻ സാധിക്കും. സിറ്റിയിൽ നിന്ന് 120 രൂപ യൂബർ ടാക്സി കൊടുത്താൽ നമ്മളെ സിറ്റിയിൽ നിന്ന് ഈ സ്ഥലത്ത് എത്താൻ പറ്റും.
ക്യാപിറ്റൽ ഓഫ് ടൈഗർ എന്ന പേരിലാണ് നാഗപ്പൂർ അറിയപ്പെടുന്നത്. നാഗപ്പൂർ നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഓറഞ്ച് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഓറഞ്ചാണ് ഇവിടെ നിന്ന് നാഗപ്പൂരിൽ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വൻ ഡിമാൻഡാണ്. ഈ ഗാർഡനുള്ളിൽ ഒരു ടെമ്പിളുണ്ട്. ഇവിടെ ഇതിന്റെ പണികളൊക്കെ നടന്നു വരുന്നു. ശിവ ടെമ്പിളാണ്. ഒരു തുളസി തറയുണ്ട്. ഇതിലെ തളങ്ങരയും വിലങ്ങരയും എല്ലാം നടപ്പാതകളാണ് ഉള്ളത്. ഇത് മുകളിലോട്ട് കയറിയാൽ വീണ്ടും മേൽത്തട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ മുളങ്കാടുകളാണ്. ജാപ്പനീസ് ഗാർഡൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അണ്ണാൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അതേ അണ്ണാനാണ് പോകുന്നത്. ഇഷ്ടം പോലെ അണ്ണാനെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ചെറിയ കിളികള് ഇതെല്ലാം ഇവിടെ, കുരുവികളെ എല്ലാം ഇവിടെ ധാരാളം ഉണ്ട്. ഇതിലെയുള്ള ചെറുവഴികളിൽ കൂടിയൊക്കെ ആൾക്കാർ നടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വനത്തിന്റെ ഒരു, നമ്മളെയൊക്കെ കേരളത്തിലുള്ള വനങ്ങളിലെയൊക്കെ അതേ പ്രതീതിയാണ് ഇവിടെ ഉളവാക്കുന്നത്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ഊഞ്ഞാലുകളും ഒക്കെ ഇവിടെ ഉണ്ട്.